ബ്ലെസ്സിങ്സ്. വീണ്ടും നിങ്ങളുടെ മുമ്പാകെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ഞാൻ ദൈവത്തിന്റെ ആലോചന പ്രകാരം ഒരു പുതിയൊരു സീരീസ് ഓഫ് പഠനം തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് അനേകം മനുഷ്യരെ കാണാൻ കഴിയും. അതിൽ ദൈവത്തിന്റെ അപ്പോസ്തലന്മാരുണ്ട്, പ്രോഫറ്റ്സ് ഉണ്ട്, വിശ്വാസ വീരന്മാരുണ്ട്, ദൈവത്തിന് വേണ്ടി സേവിച്ച രാജ്യം ഭരിച്ച രാജാക്കന്മാരുണ്ട്. അതിൽ ചില രാജാക്കന്മാർ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്തു, ചിലർ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തത് കാണാം. ലൂസിഫറിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നു. അനേക വ്യക്തികളെക്കുറിച്ച് അനേക കഥാപാത്രങ്ങൾ ബൈബിളിൽ കാണാൻ കഴിയും. ഇവരിൽ നിന്നെല്ലാം നമുക്ക് ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിൽ നമ്മൾ കാണുന്ന ചില കഥാപാത്രങ്ങളിൽ നിന്ന്, പുരുഷന്മാരിൽ നിന്ന്, സ്ത്രീകളിൽ നിന്ന് എന്തെല്ലാമാണ് ദൈവം നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ. ഈവൻ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അപ്പോസ്തലന്മാരെ കുറിച്ച് ചിന്തിച്ചു, രാജാക്കന്മാരെ കുറിച്ച് ചിന്തിച്ചു. ഈവൻ പീലാത്തോസിന്റെ ഭാര്യ, അതിനെക്കുറിച്ച് ഒരൊറ്റ ഇൻസ്റ്റൻസിൽ മാത്രമേ ബൈബിൾ പറയുള്ളൂ. പക്ഷെ അതിൽ നിന്ന് പോലും നമുക്ക് ചില ജീവിത പാഠങ്ങൾ പഠിക്കാനുണ്ട്. ദൈവത്തെ സേവിക്കാത്ത രാജാക്കന്മാർ, അവരുടെ ജീവിതത്തിൽ അവർക്ക് വന്ന വീഴ്ചകൾ, നമുക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു വീഴ്ച വരാതിരിക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പഠിക്കാൻ കഴിയും. ഈവൻ ലൂസിഫറിന്റെ ജീവിതത്തിൽ നിന്ന് പോലും, ലൂസിഫറിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, സാത്താനെ കുറിച്ച് ബൈബിൾ പറയുന്നു. അവരുടെ ജീവിതത്തിൽ നിന്ന്, ലൂസിഫറിന്റെ ജീവിതത്തിൽ നിന്ന്, ആ വീഴ്ച പറ്റിയ ദൂതന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെ ഒരു വീഴ്ച നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടി ബൈബിളിൽ നമുക്കറിയാം. ഇതെല്ലാം ഇത്രയും സംഭവ കഥകളും ഇത്രയും വ്യക്തികളുടെ ജീവിതവും ചില കാര്യങ്ങളൊക്കെ തൻ്റെ ദാസന്മാരെ, തൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ്റെ പോലും പാപങ്ങൾ ബൈബിൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണത്? ഇതെല്ലാം നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ്. നമുക്കൊരു വീഴ്ച, അവർക്ക് പറ്റിയൊരു വീഴ്ച, തൻ്റെ ദാസന്മാർക്ക് പറ്റിയ വീഴ്ച പോലും ദൈവം മറച്ചു വയ്ക്കാതെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് പറ്റിയൊരു വീഴ്ച, അതേ വീഴ്ച നമ്മുടെ ജീവിതത്തിൽ പറ്റരുത്, വരും തലമുറകൾക്ക് പറ്റരുത്. ഹല്ലേലൂയ. നമുക്ക് ബൈബിളിൽ ഓരോ വ്യക്തികളെ കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഞാൻ ഏറ്റവും ചുരുക്കത്തിൽ ഓരോ വ്യക്തികളെ കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹിക്കുന്നു. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അവരുടെ പേരിടാം, ഞാനത് വായിക്കാം, അതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഇന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ 12 ശിഷ്യന്മാരെ കുറിച്ചാണ്. ഇന്ന് 12 ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനിയായ പത്രോസിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ വളരെ രസകരമായ ഒരു കഥാപാത്രമാണ് ബൈബിളിൽ. പല വീക്ക്നെസ്സസ് ഉള്ള, ഒരു ഇൻപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുമെന്ന് പത്രോസിന്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് ഗോഡ് യൂസസ് ഇംപെർഫെക്റ്റ് പീപ്പിൾ. ദൈവം ഒരു പെർഫെക്റ്റായ വ്യക്തിയെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്, ഇംപെർഫെക്റ്റ് ആയ വ്യക്തിയെ. ഹല്ലേലൂയ. ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത, ഇങ്ങനെ പറയാറുണ്ട്, ഗോഡ് ക്വാളിഫൈസ് ദ സെലക്ടഡ്, ചൂസൺ വൺ. ഗോഡ് ഓൾവേസ് ചൂസ് അവൈലബിൾ പേഴ്സൺ, നോട്ട് ദ പെർഫെക്റ്റ് പേഴ്സൺ. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാണോ, ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളുടെ ഇംപെർഫെക്ഷൻ എപ്പോഴും കണ്ടിന്യൂ ചെയ്യിപ്പിച്ച് നിങ്ങൾ ഉപയോഗിക്കുമെന്നല്ല അർത്ഥം. പത്രോസിന്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, പത്രോസ് ഇംപെർഫെക്റ്റ് ആണ്, ഇമ്പൾസീവ് ആണ്, ഭയങ്കര അഗ്രസീവ് ആണ്, ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. നമ്മളെല്ലാം പലപ്പോഴും പല ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തികളാണ്, ഫിയർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്. മത്തായി 14 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, എല്ലാ മനുഷ്യരെ പോലെ തന്നെ പത്രോസിനും അല്ലല്ലോ ഇത്തിരി ഭയമുള്ള മനുഷ്യനായിരുന്നു. യേശുവിനെ ഭയത്താൽ പത്രോസ് 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞു. അതും ഒരു ബാല്യക്കാരിയായ ഒരു പെൺകുട്ടിയുടെ മുമ്പിലെല്ലാം അവരെ പേടിച്ച് പത്രോസ് യേശുവിനെ തള്ളി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലേക്കൊക്കെ വഴി പത്രോസിന്റെ ജീവിതം അടിപൊളി മാറി. കർത്താവിൻ്റെ ആത്മാവ് വന്നപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ മാറാൻ ദൈവത്തിൻ്റെ ഒരാത്മാവിൻ്റെ ഒരൊറ്റ എൻകൗണ്ടർ, ഒരൊറ്റ ടച്ച് മതി നമ്മുടെ ജീവിതത്തിൽ. ഇതിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന, ഗോഡ് ഡസ് നോട്ട് വെയിറ്റ് ഫോർ എ പെർഫെക്റ്റ് പേഴ്സൺ, ഗോഡ് ഷേപ്സ് ആൻഡ് യൂസസ് us as we are. നമ്മളെങ്ങനെയാണോ അതുപോലെ തന്നെ ദൈവം നമ്മളെ യൂസ് ചെയ്യും. നമ്മളെ ദൈവത്തിൻ്റെ ആ ക്യാരക്ടറിലേക്ക്, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മളെ അങ്ങോട്ട് ഷേപ്പ് ചെയ്യും. ഒരു കുശവൻ തൻ്റെ ഹിതപ്രകാരം
ഒരു വെസൽ, ഒരു മണ്ണിനെ കുഴച്ച് ഒരു വെസലാക്കി തൻ്റെ ഹിതപ്രകാരം മാറ്റുന്ന പോലെ ദൈവം ഓരോ വ്യക്തികളെയും നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവം നമ്മൾ എന്തിനു വേണ്ടിയാണോ ഈ ഭൂമിയിൽ ജനിച്ച് അതിനു വേണ്ടി ദൈവം നമ്മളെ തയ്യാറാക്കും. രണ്ടാമത് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഫെയ്ത്ത് റിക്വയർസ് ഫോക്കസ് ഓൺ ജീസസ്. നമുക്കറിയാം മത്തായി 14-ാം അധ്യായത്തിൽ യേശുവിനോട്, കർത്താവേ നീ ആണെങ്കിൽ എന്നോട് കടലിന്മേൽ നടന്നു വരാൻ പത്രോസ് പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. നമ്മൾ 14-ാം അധ്യായം എടുത്ത് വായിച്ചാൽ മനസ്സിലാവും. പക്ഷേ യേശുവിൽ നിന്ന് ഫോക്കസ് പത്രോസിൻ്റെ പോയപ്പോൾ പത്രോസ് മുങ്ങാൻ തുടങ്ങി. പക്ഷേ യേശുവിനോട് കർത്താവെ ഹെൽപ്പ് മീ എന്ന്, കർത്താവിനോട് ലോർഡ് ഹെൽപ്പ് മീ എന്ന് പറയുമ്പോൾ കർത്താവ് കൈയിട്ട് അവനെ പിടിച്ച് വെള്ളത്തിൽ നിന്ന് കയറ്റാൻ നമുക്ക് കാണാൻ കഴിയും. എപ്പോഴും ഫോക്കസ് ഓൺ ജീസസ്, നോട്ട് ഓൺ അവർ സർക്കംസ്റ്റാൻസസ്. പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാവാം, നമുക്ക് ചുറ്റുമായി കാറ്റടിക്കുന്നുണ്ടാവാം, ബട്ട് ഓൾവേസ് ഫോക്കസ് ഓൺ ജീസസ്. ഫെയിലിയർ ഈസ് നോട്ട് ഫൈനൽ. സുവിശേഷങ്ങളിലും പറഞ്ഞിട്ടുണ്ട് യേശുവിനെ 3 പ്രാവശ്യം പത്രോസ് തള്ളിക്കളഞ്ഞ ആ ഇൻസ്റ്റൻസസ്. അവിടെ പത്രോസ് ഫെയിലിയർ ആണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അതേ പത്രോസിനെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറച്ച്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 4-ാം അധ്യായം, വലിയ വലിയ പ്രഭുക്കന്മാരുടെ മുമ്പാകെ, വലിയ ശക്തന്മാരായ വ്യക്തികളുടെ ഒക്കെ മുമ്പാകെ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ പ്രസ്താവിക്കുന്ന പത്രോസിനെ നമുക്ക് കാണാൻ കഴിയും. യോഹന്നാൻ 21 യേശു പത്രോസിന്റെ ജീവിതത്തെ റിസ്റ്റോർ ചെയ്യുന്നതൊക്കെ കാണാൻ കഴിയും. യഥാർത്ഥ മാനസാന്തരം റിസ്റ്റോറേഷനിലേക്ക് വഴി നടത്തുന്നതാണ്. 4-ാമത്തെ പ്രധാന കാര്യം, ബോൾഡ്നെസ് കംസ് ഫ്രം ഹോളി സ്പിരിറ്റ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് ശേഷം അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ നമുക്ക് കാണാം പത്രോസ് എഴുന്നേറ്റ് ആയിരക്കണക്കിന് അവിടെ ആൾക്കാരോട് സുവിശേഷിക്കുകയും 3000 പേർ അന്ന് സ്നാനമേൽക്കുകയും ചെയ്തു. ഒറ്റ പ്രസംഗത്തിൽ, ആദ്യത്തെ പ്രസംഗം ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ അവിടെ സ്നാനപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, അതിൻ്റെ 8 മുതൽ വായിക്കുമ്പോൾ, പത്രോസ് പരിശുദ്ധാത്മ നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യന് ഉണ്ടായ പ്രകാര നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇത് വിസ്തരിക്കുന്നു എങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തിന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് പറഞ്ഞു. കേട്ടോ, നമുക്ക് കാണാൻ കഴിയും, അവർ ആശ്ചര്യപ്പെട്ടു പത്രോസിന്റെ ധൈര്യം കണ്ടിട്ട്. ധൈര്യമില്ലാത്തവനായ പത്രോസിനെ ദൈവം ഒരു ബാല്യക്കാരിയുടെ മുമ്പാകെ പോലും തള്ളി പറയേണ്ടി വന്ന പത്രോസാണ് വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ വലിയ പ്രമാണിമാരുടെ മുമ്പാകെ നിന്ന് യേശുവിനെ കുറിച്ച് സുവിശേഷിക്കുന്നത്. 5-ാമത്തെ കാര്യം നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, ഹ്യൂമിലിറ്റി ഈസ് കീ ടു ലീഡർഷിപ്പ്. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 1 പത്രോസ് 5-5 മുതൽ വായിക്കുമ്പോൾ, അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, അല്ലെങ്കിൽ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. പത്രോസ് ആ വിനയം പഠിച്ചു. ഒരു ലീഡർഷിപ്പിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഹ്യൂമിലിറ്റി ആണെന്ന് പത്രോസ് പഠിച്ചു. ആ പത്രോസ് പറയുക, മൂപ്പന്മാർക്ക് നിങ്ങൾ കീഴടങ്ങണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങൾ കീഴടങ്ങണം. തക്ക സമയത്ത് ദൈവം നിങ്ങൾ ഉയർത്തേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ ബലമുള്ള കൈക്ക് കീഴെ ഇപ്പോഴും താന്നിരിപ്പിൻ. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. അതുകൊണ്ട് സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഓൾവേസ് ഗ്രേറ്റ് ലീഡേഴ്സ് വാക്ക് ഇൻ ഹ്യൂമിലിറ്റി, നോട്ട് ഇൻ ആർഗൻസ്. യേശു ഏറ്റവും വലിയ ഉദാഹരണമാണ്. 6-ാമത്തെ കാര്യം, ഒബീഡിയൻസ് ബ്രിങ്സ് മിറക്കിൾസ്. ദൈവത്തോടുള്ള അനുസരണമാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം കൊണ്ടുവരുന്നത്. ലൂക്കോസ് 5-ാം അധ്യായത്തിൽ യേശുവിന്റെ വാക്കിനാൽ പത്രോസ് വല വിരിക്കുന്നത് കാണാം. പത്രോസ് തൻ്റെ ചെറുപ്പം മുതൽ ഒരു മീൻപിടുത്തക്കാരനാണെന്ന് പറഞ്ഞു. പത്രോസ് യേശുവിൻ്റെ വാക്കിനെ അനുസരിച്ച് വല വീശിയപ്പോൾ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് കിട്ടാത്തത് ഒരു മീൻ പോലും കിട്ടിയില്ലെന്നാണ്. പക്ഷേ യേശുവിൻ്റെ വാക്കിനാൽ വല വിരിച്ചപ്പോൾ ആ വല ഹല്ലേലൂയ നിറഞ്ഞ് അവൻ്റെ പടക് നിറയുമാറ് മീൻ
ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ നമുക്ക് ദൈവം പറയുന്ന ഒരു കാര്യത്തിൽ ഇറ്റ് മേ നോട്ട് മേക്ക് സെൻസ്. ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം, ഇത്രയും ചെറിയൊരു കാര്യം, ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുള്ളൂ ഇത് ചെറിയ നിസ്സാര കാര്യമല്ലേ, അല്ലെങ്കിൽ ആ കാര്യം ഞാൻ ചെയ്യേണ്ട എന്താ. ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പടക് നിറയ്ക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടിരുന്നത്. 7ാമത്തെ കാര്യം അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്ന, ലവ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോളിംഗ്. 3 പ്രാവശ്യം പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു. യോഹന്നാൻ 21:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ കാണാൻ കഴിയും. ജീസസ് ചോദിക്കുന്നുണ്ട്, ഡു യു ലവ് മീ? യെസ് ലോർഡ്, ഐ ലവ് യു. പത്രോസ് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം തന്നെ തള്ളി പറഞ്ഞ ആദരം കൊണ്ട് പത്രോസിനെ തിരിച്ചു പറയിപ്പിക്കുന്നു, ഐ ലവ് യു ലോർഡ്, ഐ ലവ് യു ലോർഡ്, ഐ ലവ് യു ലോർഡ്. അവർ സർവീസ്, അവർ ലീഡർഷിപ്പ്, അവർ മിനിസ്ട്രി ഷുഡ് ഫ്ലോ ഔട്ട് ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്തുനിന്നായിരിക്കണം നമ്മൾ മിനിസ്ട്രി ചെയ്യേണ്ടത്, നമ്മൾ എന്തും ചെയ്യേണ്ടത്. ഇൻ ഷോർട്ട്, പത്രോസിൻ്റെ ജീവിതം നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു ഇംപെർഫെക്റ്റായ വ്യക്തിയെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഒരു ഇംപെർഫെക്റ്റായ വ്യക്തിയെ, ഒരു ഇമ്പൾസീവായിട്ടൊരു വ്യക്തിയെ, അല്ലെങ്കിൽ ഫിയർഫുള്ളായ ഒരു വ്യക്തിയെ ഒക്കെ എടുത്ത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിനെ ഏൽപ്പിച്ചാൽ, ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയപ്പെട്ടാൽ നമ്മുടെ ജീവിതം തന്നെ മാറും. ഹല്ലേലൂയ, സ്തോത്രം. ശൗലിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, അവൻ ആൾ മാറിയത് പോലെയായി തീർന്നു. ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ദൈവത്തിന് കഴിയും. ഈ വചനത്താൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വരുന്ന എപ്പിസോഡിൽ ഞാൻ അനേക വ്യക്തികളുടെ ജീവിതം എടുത്ത് അവരുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് പഠിക്കാൻ കഴിയുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഈ മെസ്സേജസ് അനേകർക്ക് അയച്ചു കൊടുക്കുക, അനേകം വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുക, വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി ഇടുക. അല്ലെങ്കിൽ അനേകരുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികളെക്കുറിച്ച് പഠിക്കുന്നത് പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരങ്ങൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഈ വചനം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കേട്ടവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ദിവസം തന്നെ കാണാം. ഗോഡ് ബ്ലെസ് യു.